വെൽക്കം ബാക്ക് ടു ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ സൺഡേ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകും. അപ്പം ഇന്ന് പള്ളിയിൽ പോക്ക് തുടങ്ങിയിട്ടാണ് ഇന്നത്തെ ദിവസങ്ങൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത് വീഡിയോ ആണ് ഇന്ന് കേട്ടോ. തായ്ലൻഡിലെ പള്ളികൾ കുറവാണ്, ഒന്നോ രണ്ടൊക്കെ ഉള്ളൂ. അത് കുറച്ച് വേറെ ബാങ്കൊക്കെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകണം. അപ്പോൾ ഇതൊരു ഫിലിപ്പീൻസ് പള്ളിയാണ്. ഇവിടെയാണ് പണ്ടേ വിനോട്ടം വരാറ്. അപ്പം നമ്മളെ മലയാളി ഫ്രണ്ട്സിനൊക്കെ കുറച്ചൊക്കെ ഇവിടെ നിന്നാണ് കാണാറ്. കാരണം നമ്മൾ വീട് മാറിയപ്പോൾ ഇവരെയൊക്കെ കാണൽ കുറവായി. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല ചൂടാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഇടണം എന്ന രീതിക്കാണ് ഇപ്പം നമ്മളൊരു പ്ലാന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പം ഞങ്ങളൊരു മോളിലേക്ക് പോകാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം അത് ഇവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്യണം. അപ്പം അവിടെ എത്തിയിട്ട് പിന്നെ ഏതാ മോള് എന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനത്തെ സാധനമൊക്കെ വലിയ വീട് വേണമല്ലേ വെക്കാൻ. ഈ മോള് തായ്ലൻഡിൽ ശരിക്കും കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് ഐക്കൺ സിയാമാണ്. വേറെ ഒരു ഇതേപോലത്തെ ഒരു മോളുണ്ട്, സിയാം പാരഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതും ഇതും രണ്ട് ഡിഫറെൻറ്റ് മോളാട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ലക്ഷറി ബ്രാൻഡിൻ്റെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ മോള് ആപ്റ്റാണ്. കാരണം ഇവിടെ കുറേ ലക്ഷറി ബ്രാൻഡ് അവൈലബിൾ ആണ്. പറഞ്ഞുതരാം, ഞാനൊരു ടോപ്പ് കണ്ടിട്ട് കയറിയതാണേ. ഇനി ഇയാളെ ഈ ഷോപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഞാൻ ഏറെ പാടുപെടണം. ഇനി ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്യണം. ഈ ഷോപ്പ് മൊത്തം ഞാൻ ഫോളോ ചെയ്യണം ബേബി. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങളുടെ മെയിൻ കോർ പാർട്ടിലെത്തി. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട എല്ലാ ഫുഡുകളും നമ്മളിപ്പോൾ കൊറിയൻ, ജാപ്പനീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അങ്ങനത്തെ ടൈപ്പ് മോളല്ല കേട്ടോ. ഇത് കുറച്ചൊരു ലക്ഷറിയസ് ടൈപ്പാണ്. നമ്മൾ പുറമേ സാധനം ഇവിടെ ഒരു 20 ഭാഗത്ത് കൂട്ടിയിട്ടേക്ക് വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ നമ്മൾ എല്ലാം കണ്ടിട്ട് നമ്മൾ കഴിക്കും. പക്ഷേ നിങ്ങളിപ്പം ഫോറിനേഴ്സൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ പൈസ ഒന്നും നോക്കൂലല്ലോ. കാരണം നമ്മൾ വന്ന് പോകുന്നതല്ലേ. അപ്പോൾ നമ്മളിവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ ചില സാധനം പൈസയൊക്കെ ഓവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ നിൽക്കില്ല. അപ്പം ഞങ്ങൾ നോക്കി കണ്ടൊക്കെ വാങ്ങുള്ളൂ. അപ്പം നമ്മളിതൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇവിടെ പൈസ ഉണ്ടല്ലോ. നമ്മൾ അപ്പുറത്ത് എന്താ പറയുക 150 ബാത്താണ് ഈ സാധനത്തിന് 120 പുറമേ ഇത് 100 റുപ്യ 60 റുപ്യൊക്കെ കിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ നോക്കി പോകുമ്പോൾ ചിലതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പറയാൻ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എനിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്ത് വെച്ച് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അത് എനിക്ക് മടുക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളും അതുപോലെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഞാനത് മടുക്കും. പിന്നെ ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഡെസേർട്ട്. ഇവിടെ തായ്ലൻഡിൽ കുറേ അങ്ങനത്തെ ഡെസേർട്ട് ഉണ്ട്. അപ്പം നമ്മളെ സ്റ്റിക്കി റൈസ് ഫേമസ്, അതിൽ വരെ തേങ്ങാപ്പാലല്ല മെയിൻ. അപ്പം അതേപോലെ അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് തേങ്ങാപ്പാലിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡെസേർട്ട്. അത് നല്ല രസമാട്ടോ കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. അയ്യോ അത് മിക്സ് ചെയ്യാൻ പക്ഷെ തണുപ്പോട് കൂടെ കഴിക്കുന്നത് രസം. നമ്മളുടെ 7-11 ഈ സാധനമൊക്കെ കിട്ടും. അപ്പോൾ അവർ ചൂടാക്കി തരണമെന്ന് അവരും ചോദിക്കും. അത് ചൂടോടെയാണ് ശരിക്കും കഴിക്കുക. പക്ഷെ എനിക്ക് തണുപ്പാണ് ഇഷ്ടം. അത് ഞാൻ അങ്ങനെ തണുപ്പുണ്ടായിരുന്ന സുഖമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പം ഞാൻ വാങ്ങിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തേങ്ങാപ്പാലിൽ സാഗോ ഇട്ടിട്ട് അതിൽ സ്വീറ്റ് കോണും പിന്നെ തേങ്ങേൻ്റെ ആ ഒരു ഇതൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. നല്ല രസമാണ്. തണുത്തിട്ടാണ് നല്ല രസമാണ് കഴിക്കാൻ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തൊക്കെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഈ കംഫർട്ട് ഫുഡായ തുമ്യം ഇല്ല കൗപ്പത്കായിലേക്ക് എത്തും.
അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക റെസിഡൻസിനോട് മലയാളികളോട് ചോദിച്ചാൽ അവർ ഈ ഒരു ഒറ്റ കാര്യമായിരിക്കും പറയേണ്ടാവുക. കാരണം ബാക്കിയുള്ളതൊന്നും ചില നമ്മളെ വയറ്റിന് പിടിക്കണം എന്നില്ല. അപ്പോൾ 8 വർഷമായിട്ട് ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയാണ്, ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. കുടിക്കുന്ന അപ്പോൾ ഇവിടെ ഫുഡ് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ ആക്സസറീസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായി, ഈ കളർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് വാങ്ങി ഞാൻ. അപ്പോൾ താഴത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കുറേ കറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ റൂഫ് ടോപ്പിലാണ് വന്നത്. ഇവിടുത്തെ റൂഫ് ടോപ്പ് വ്യൂ അടിപൊളിയാണ് കാണാൻ. ഈ ദുബായിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലേക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷെ അതുപോലത്തെ ഒരു ഫീലാണ്. ഒന്നാമത് ബാങ്കോക്കിലെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, എന്തോ രസം കാണാൻ. അപ്പോൾ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രൂസ് ഡിന്നേഴ്സ് ഉണ്ട്. നമ്മളുടെ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് ഉണ്ട് ബാങ്കോക്കിൽ, അതുപോലെ തന്നെ ഇവിടെയാണ് പിന്നെ ഒരു ക്രൂസ് ഡിന്നർ ഉള്ളത്. അപ്പോൾ ഇത് പെർ പേഴ്സൺ 1000 ബാത്തിൻ്റെ ഉള്ളിലോ അങ്ങനെയാണ്. അപ്പം എത്രയോ അവർ ഇതാണ്. അപ്പം ഇവിടെ ഇന്ത്യൻ ബഫേയും ഇൻ്റർനാഷണൽ ബഫേറ്റും ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ക്രൂസ് ഡിന്നറിൽ. അപ്പോൾ ഇത് ഒരു അട്രാക്റ്റീവ് സംഭവമാണ് ഈ ഐക്കൺ സിയാമിൽ വന്നു കഴിഞ്ഞാൽ. ഐക്കൺ സിയാമിലെ വൺ ഓഫ് ദ സിഗ്നേച്ചർ തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ ആണ്. അപ്പോൾ അത് എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മറന്നുപോകും. ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ ആ സമയം അങ്ങോട്ട് മറന്നുപോകും. അപ്പോൾ കാണാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ 8 മണിക്ക് 6 മണിക്കാണ് ഈ ഷോ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവും. പിന്നെ അന്നത്തെ ദിവസം ഷോ ഇല്ല, അപ്പം വേറെ ഷോ ഒന്നുമില്ല. അപ്പം ഇത് മസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാണ്ട് കണ്ടൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞങ്ങൾ വന്ന് ഇറങ്ങിയ സമയവും ഞങ്ങൾ പെട്ടെന്ന് മറന്നുപോയി. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയ സമയവും ഇപ്പോൾ ഇത് ഷോ തുടങ്ങുന്ന സമയം ഒക്കെ അടിപൊളി കറക്റ്റ് പക്ക ടൈമിങ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഷോ കാണാൻ പറ്റി. അപ്പോൾ ഇതൊരിക്കലും മിസ്സാക്കരുത്, ഇത് അത്രയും അടിപൊളി ഷോ ആണ്. വൈറ്റ് ചോക്ലേറ്റാ? ചോക്ലേറ്റ് ഒന്ന് മതി. വേണ്ട, സാധനം വരട്ടെ. ഇത് സ്മൂത്തി അഡീഷണൽ സാധനം ഉണ്ടാവല്ലോ. ഗോൾഡൻ മാംഗോ ഏതാ നല്ല
ഫ്രഷ് യോഗട്ട്, മിൽക്ക് സാഗോ. അപ്പോൾ ഇവരുടെ തായ്ലൻഡിൽ ഇപ്പം മാംഗോ സീസൺ ആണ്, എവിടെ നോക്കിയാലും മാംഗോ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സ്മൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇപ്പം മാംഗോ സീസൺ കഴിഞ്ഞാൽ ഈ കട ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പണിക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം തിരിഞ്ഞ് കളിക്കുന്നില്ല, ഞങ്ങൾ ഇനി തിരിച്ച് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ സീ യു ദെൻ.